ക്രൈസ്തവ കുടുംബങ്ങൾ സുവിശേഷ മൂല്യങ്ങളുടെ കാവൽക്കാർ പോപ്പുലിയോ. തിരുക്കുടുംബത്തിൻ്റെ തിരുനാളായ 2025 ഡിസംബർ 28 വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 2-ാം അധ്യായം 13 മുതൽ 15 വരെയും 19 മുതൽ 23 വരെയും ഉള്ള വിശുദ്ധ ഗ്രന്ഥഭാഗം വിശദീകരിച്ചുകൊണ്ട് 14-ാം ലിയോ പാപ്പ ക്രൈസ്തവ കുടുംബങ്ങൾ നന്മയുടെയും സുവിശേഷ മൂല്യങ്ങളുടെയും കാവൽക്കാരാകണമെന്ന് ആഹ്വാനം ചെയ്തു. ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ട് പ്രതിപാദിക്കപ്പെടുന്ന ഈജിപ്തിലേക്കുള്ള തിരുക്കുടുംബത്തിൻ്റെ പലായനവും നസ്രത്തിലേക്കുള്ള തിരികെ വരവും സംബന്ധിച്ച വചനഭാഗത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോഴാണ് പാപ്പ ഇപ്രകാരം ആഹ്വാനം ചെയ്തത്. ലിയോ പാപ്പ പറയുന്നത് ഈജിപ്തിലേക്കുള്ള തിരുക്കുടുംബത്തിൻ്റെ പലായനവും നസ്രത്തിലേക്കുള്ള തിരികെ വരവും പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ ഔസേപ്പിതാവിനും വലിയ പരീക്ഷണത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു എന്നാണ്. ക്രിസ്തുമസിൻ്റെ പ്രകാശിതമായ ചിത്രത്തിനുമേൽ അപ്രതീക്ഷിതമായി മാരകമായ ഒരു ഭീഷണിയുടെ അസ്വസ്ഥത പരത്തുന്ന നിഴൽ വീഴുകയാണ് ഇവിടെ എന്നാണ് പാപ്പ പ്രബോധിപ്പിക്കുന്നത്. ഹെറോദേസിൻ്റെ ജീവിതം പ്രശ്നസങ്കീർണമായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ക്രൂരനും രക്തദാഹിയും തൻ്റെ മൃഗീയ സ്വഭാവത്താൽ എല്ലാവരാലും ഭയപ്പെടുന്നവനും അതുകൊണ്ട് തന്നെ വല്ലാതെ ഒറ്റപ്പെട്ടവനും തന്നെ ആരെങ്കിലും അട്ടിമറിക്കുമോ എന്ന് ഭയക്കുന്നവനുമാണ് ഹെറോദേസ്. യഹൂദന്മാർക്ക് രാജാവ് ജനിച്ചു എന്ന ജ്ഞാനികളിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ തൻ്റെ അധികാരത്തിന് നേരെ ഭീഷണി ഉയരുന്നു എന്ന തോന്നലിലാണ് ഉണ്ണീശോയുടെ പ്രായമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും വധിക്കുവാനുള്ള ക്രൂരമായ തീരുമാനമെടുത്ത് ഹെറോദേസ് ഉത്തരവിറക്കിയത്. ഇവിടെ പ്രത്യേകം നാം മനസ്സിലാക്കേണ്ടത് രക്ഷയെക്കുറിച്ചുള്ള പുരാതന വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമായ ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഹെറോദോസിൻ്റെ രാജ്യത്ത് പൂർത്തീകരിക്കപ്പെടാൻ വലിയ ഭാഗ്യം ലഭിച്ചുവെങ്കിലും സ്വന്തം അധികാരമോഹവും അസൂയയും ധനമോഹവും ഹെറോദേസിനെ ആ വലിയ ഭാഗ്യത്തിൽ നിന്നും വിമോചിതനാക്കി. പ്രകാശത്തിന് പകരം അന്ധകാരമായിരുന്നു അയാളുടെ ഈ അന്ധത നല്ല കാര്യങ്ങൾക്ക് പകരം ക്രൂരതയുടെയും വെറുപ്പിൻ്റെയും അസൂയയുടെയും നിറവായി മാറുന്നു. നല്ല കാര്യങ്ങളൊന്നും രാജകൊട്ടാരത്തിലെ കവചിത പ്രതിരോധങ്ങളെ മറികടക്കുന്നില്ല എന്നാണ് പാപ്പ പഠിപ്പിക്കുന്നത്. ഹെറോദോസിൻ്റെ ഹൃദയകാഠിന്യം തിരുക്കുടുംബത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെയും നിയോഗത്തിൻ്റെയും മൂല്യം കൂടുതലായി അടിവരയിട്ട് കാണിക്കുന്നു. സ്വേച്ഛാധിപതി പ്രതിനിധീകരിക്കപ്പെടുന്ന ഏകാധിപത്യ സ്വഭാവമുള്ള അത്യാഗ്രഹം നിറഞ്ഞ ഒരു ലോകത്ത് ദൈവം പൂർണ്ണമായും സൗജന്യമായും മുൻവിധികളോ അവകാശവാദങ്ങളോ ഇല്ലാതെ നൽകുന്ന രക്ഷയ്ക്കുള്ള സാധ്യമായ ഏക ഉത്തരമാണ് പ്രതീക്ഷയുടെ നിറവായ തിരുക്കുടുംബം. രക്ഷാകര പ്രാധാന്യത്തിൽ പരിശുദ്ധ അമ്മയെയും ദിവ്യ ഉണ്ണിയെയും രക്ഷപ്പെടുത്തുന്ന വിശുദ്ധ ഔസേപ്പിതാവ് ദൈവസ്വരത്തോടുള്ള ദൈവികമായ അനുസരണമാണ് പ്രകടമാക്കുന്നത്. പാപ്പ പറയുന്നത് കർത്താവ് ഈ ലോകത്തിലെ തൻ്റെ സാന്നിധ്യത്തെ തിരുക്കുടുംബത്തിൻ്റെ തിരുനാളത്തിലാണ് ഫലമേൽപ്പിക്കുന്നത്. ഇത് വളർന്ന് ലോകം മുഴുവനും പ്രകാശമെത്തിക്കാനായുള്ള ശക്തിയാർജിക്കുന്നു. ലിയോ പാപ്പ പഠിപ്പിക്കുന്നത് ഈ വലിയ രഹസ്യത്തെ അത്ഭുതത്തോടും നന്ദിയോടും എളിമയോടും കൂടി വീക്ഷിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചും അവയിൽ നിന്നും നാം ജീവിക്കുന്ന സമൂഹത്തിലേക്ക് വരാവുന്ന പ്രകാശത്തെക്കുറിച്ചും നാം ചിന്തിക്കണം. മനുഷ്യരാശിക്ക് വില കൊടുക്കുന്ന ക്രിസ്തീയ കുടുംബങ്ങളിലെ സ്നേഹത്തിൻ്റെ ജ്വാല അധികാരലോഭം, വ്യാജസുഖങ്ങൾ, സംഘർഷങ്ങൾ, ഏകാന്തത, നിരാശ എന്നിവയാൽ അണയ്ക്കാൻ അനുവദിക്കരുത് എന്ന് പരിശുദ്ധ പിതാവ് ലിയോ പാപ്പ ആഹ്വാനം ചെയ്യുന്നു. ലോകത്തിൽ നിന്നും സ്നേഹത്തിൻ്റെ ജ്വാല കെടുത്താൻ ശ്രമിക്കുന്ന ഹെറോദോസുമാർ ഉണ്ടാകും. കുടുംബ പ്രാർത്ഥന, കൂദാശകളുടെ സ്വീകരണം, ഏറെ പ്രത്യേകമായി കുമ്പസാരം, വിശുദ്ധ കുർബാന എന്നിവ വഴി സത്യസന്ധമായ സംവാദങ്ങൾ, വിശ്വസ്തത, ദിനചര്യയിലെ നല്ല വാക്കുകൾ, പ്രവർത്തികൾ എന്നീ സുവിശേഷ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുമ്പോൾ കുടുംബങ്ങൾ പ്രത്യാശയുടെ പ്രകാശവും
സ്നേഹത്തിൻ്റെ പാഠശാലയും ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിലെ ഫലപ്രദമായ ഉപകരണങ്ങളുമായിത്തീരുന്നു. മനുഷ്യനായി പിറന്ന ദൈവപുത്രൻ്റെ കുടുംബത്തെ മാതൃകയാക്കി പരിശുദ്ധ മറിയത്തിൻ്റെയും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും മാധ്യസ്ഥത്താൽ ലോകമെമ്പാടുമുള്ള കുടുംബങ്ങൾ ദൈവ സാന്നിധ്യത്തിൻ്റെയും അവൻ്റെ അക്ഷയ കരുണയുടെയും ജീവസാക്ഷികളാകാൻ ദൈവാനുഗ്രഹം തേടാനായി പ്രാർത്ഥിക്കാൻ ലിയോ പാപ്പ ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെ ക്രൈസ്തവ കുടുംബങ്ങൾ സുവിശേഷ മൂല്യങ്ങളുടെ കാവൽക്കാരാകാൻ തയ്യാറാകണം. അതിനായി നമുക്ക് പരിശ്രമിക്കാം. തിരുക്കുടുംബത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.